ശ്രീ കെ എസ് അരുൺകുമാർ നോക്കൂ, ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അപ്രതീക്ഷിതമായിരുന്നു. ഇന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചുമലിലേറ്റി പ്രവർത്തകർ ആവേശപൂർവ്വം നിലമ്പൂരിന്റെ തെരുവീഥികളിലൂടെ ഈ മഴയെ അതിജീവിച്ചു നടക്കുകയാണ്. ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? കോൺഗ്രസ് ആയില്ലേ, UDF ആയില്ലേ? പോൾ പൊസിഷനിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആദ്യം രംഗത്തിറങ്ങി ഇത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പാണെന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ? ആദ്യം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയും മുന്നണിയാണ് ജയിക്കുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഈ UDF ആയിരിക്കും ഭരിക്കുക. 2021 സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി, ജില്ലാ കമ്മിറ്റി കൂടി, അതുപോലെ ഈ നിലമ്പൂരിലെ മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായം തേടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അണിനിരത്തും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സംഘടനാ സംവിധാനം പൂർത്തീകരിച്ച ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയൂ. ഇവർക്കിപ്പോൾ നേരെ ഹൈക്കമാൻഡിൽ അയച്ചാൽ അവിടെ നിന്ന് ഡിക്ലറേഷൻ വരും, ആയിക്കോട്ടെ. ഇപ്പം കണ്ണ് തള്ളുമെന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയുടെ വീരവാദം. ആയിക്കോട്ടെ, ഇത്തരത്തിൽ കുറേ വീരവാദങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോഴും 91 സീറ്റ് LDF-നും അതുപോലെ 41 സീറ്റ് UDF-നും തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ വീരവാദങ്ങൾ കുറേ വന്നെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നെങ്കിലും രാഷ്ട്രീയ സമവാക്യത്തിലൊന്നും ഒരു മാറ്റവും വന്നില്ല. സീറ്റുകളുടെ എണ്ണത്തിലും ഒരു മാറ്റം വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ. LDF സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള 9ാം കൊല്ലം, രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാമത് പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വിവിധ സീറ്റുകൾ, അതില് ചേലക്കര ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. അവരത് വർദ്ധിത ഭൂരിപക്ഷത്തിൽ, അത് പുതുപ്പള്ളി ആവട്ടെ, തൃക്കാക്കര ആവട്ടെ, പാലക്കാട് ആവട്ടെ ജയിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് സീറ്റിന്റെ എണ്ണത്തിൽ കുറവ് വരാത്തത്. പക്ഷേ നിലമ്പൂർ LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. LDF-ന്റെ സിറ്റിംഗ് സീറ്റിലാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് വരെ ആദ്യം ആരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമായിരുന്നത്? കേരളത്തിൽ LDF ആയിരുന്നു. ഇപ്പൊ നോക്കൂ, ഈ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ്. ഇപ്പൊ പാലക്കാട് ഉണ്ടായി, തൃക്കാക്കരയിൽ ഉണ്ടായി. ആദ്യം UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പിന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് മാധ്യമങ്ങൾ 3 ദിവസം സ്പെക്കുലേറ്റ് ചെയ്ത് 4ാമത്തെ ദിവസം ഒരു പേര് പ്രഖ്യാപിക്കുക. എന്തുകൊണ്ടാണ് അത്രയൊക്കെ കാലതാമസം വരുന്നത്? UDF-നെ സംബന്ധിച്ച് എളുപ്പത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞു, LDF-നെ സംബന്ധിച്ച് എളുപ്പത്തിൽ ഒരു ഫൈറ്ററെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണോ? അല്ല, ശ്രീ അഭിലാഷ് മോഹന് ഈ രണ്ട് സംഘടന, പ്രത്യേകിച്ച് CPM-ന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ സംവിധാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളല്ലേ? ഇപ്പൊ ഞങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയോ സംസ്ഥാന സെക്രട്ടറിയെയോ ഈ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ കിട്ടിയ പേരുകളിൽ നിന്ന് മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പാർട്ടി ബ്രാഞ്ച് സമ്മേളനം നടത്തി, ഇന്ത്യയിലെ മുഴുവൻ ബ്രാഞ്ച് സമ്മേളനം പൂർത്തീകരിച്ച്, ലോക്കൽ സമ്മേളനം പൂർത്തീകരിച്ച്, പടിപടിയായി സ്റ്റെപ്പായിട്ട് പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി തെരഞ്ഞെടുത്തു. അതുപോലെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ കുറെ പേര് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു പ്രഖ്യാപനം നടത്തി കെട്ടിത്തൂക്കി ഇറക്കുന്നു. ജനങ്ങൾക്കും ആ പാർട്ടിയിലെ അംഗങ്ങൾക്കും ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനും വല്ല റോളും ഉണ്ടോ? അതേപോലെ കെട്ടിയിറക്കുന്ന സംവിധാനമല്ലല്ലോ ഇതിന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനാ ഘടകങ്ങൾ കൂടി സംഘടനാപരമായി പ്രഖ്യാപിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രഖ്യാപിക്കും. ഇതിനെല്ലാം നന്നായി തന്നെ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞതാണ്. അതിന്റെ സംഘടനാപരമായിട്ടുള്ള യോഗങ്ങളെല്ലാം നാളെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ആയിക്കോട്ടെ, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് വരാനുണ്ടായിട്ടുള്ള സാഹചര്യം, അവിടുത്തെ നിലവിലെ MLA രാജിവെക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം, ആ MLAക്ക് പൊതുരാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്വാധീനം, അതുപോലെ LDF-ന്റെ ഭാഗമായിട്ടുണ്ടായി നിന്നപ്പോൾ കിട്ടിയ അംഗീകാരം, ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന, ഞാൻ ഒന്നും വ്യക്തിപരമായിട്ട് പോകുന്നില്ല, ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട്. ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 10 മാസമേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ഓരോ ദിവസം നടത്തുന്ന പ്രസ്താവന, ഇടപെടലുകൾ, ഇന്ന് രാവിലെ നിങ്ങളുടെ മാധ്യമത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസത്തിലാണ്.